ഇൻസ്റ്റയിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് സ്ത്രീകൾക്കാണെങ്കിൽ ഇപ്പം ഫ്രീ ആയിട്ട് പോയിട്ട് വരാം. അങ്ങനത്തെ ഒരു കിടില സ്ഥലമാണിത്. എല്ലാവർക്കും അറിയാം. ഇത് കമ്പവും തേനിയൊന്നുമല്ല, ഗുണ്ടൽപേട്ടയാണ്. ഗുണ്ടൽപേട്ടയിലെ മുന്തിരിത്തോട്ടം എങ്ങനെയുണ്ട്? ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് എത്തിപ്പെടേണ്ടത് എങ്ങനെയാണെന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, കയറി കണ്ടോളൂ കേട്ടോ. പിന്നെ ഈ മുന്തിരി ഇങ്ങനെ പറിക്കാനൊന്നും പാടില്ല. ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ഒരു മുന്തിരി അവരോട് ചോദിച്ചിട്ട് പറിച്ചതാണ്. വ്ളോഗ് ചെയ്യാനാന്ന് പറഞ്ഞപ്പം അവർ സമ്മതിക്കുകയും ചെയ്തു. നല്ല പുളിയുള്ള മുന്തിരിയാണ്. കാരണം ഇത് വിളവെടുപ്പിന് ആയിട്ടില്ല, ഓഗസ്റ്റ് മാസമൊക്കെ ആവുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഓഗസ്റ്റാണ്, ഞാൻ വീഡിയോ എടുത്തത് ജൂലൈയിലാണ്. ഒരു കിടിലൻ മുന്തിരിത്തോട്ടം കാണണമെങ്കിലേ വേഗം വിട്ടോളൂ കേട്ടോ. ഇനിയേ മുന്തിരിപ്പാടം നേടിയിട്ട് നിങ്ങൾ കമ്പത്തേക്കും തേനിയിലോട്ടൊന്നും അറിഞ്ഞു പോകണ്ട. മലബാറുകാർക്കൊക്കെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ ഒരു അടിപൊളി മുന്തിരിത്തോട്ടം. പെട്ടെന്ന് വന്നോളൂ കേട്ടോ. ഓഗസ്റ്റിൽ വിളവെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് വണ്ടി കയറിക്കോളും ഗുണ്ടൽപേട്ടയിലേക്ക്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ കിടക്കുന്നുണ്ട് യൂട്യൂബിൽ, എല്ലാവരും ഇന്ന് കയറി കണ്ടോളൂ. ഗുണ്ടൽപേട്ടയിലോട്ട് വന്നു കഴിഞ്ഞാൽ മുന്തിരിപ്പാടം മാത്രമല്ല, പച്ചക്കറി തോട്ടം കാണാം, പൂപ്പാടവും കാണാം. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇപ്പോൾ നമുക്ക് ഗുണ്ടൽപേട്ടയിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ലേഡീസാണ് വരുന്നതെങ്കിൽ ഫ്രീ ആയിട്ട് വന്നു പോകാം. അപ്പോൾ നമുക്ക് പുതിയൊരു കാഴ്ചയുമായി വീണ്ടും വരാം. ബൈ ബൈ.